ആമേൻ. ഇരുളിന്റെ മീതെ, പ്രപഞ്ചത്തിന്റെ മീതെ, ശൂന്യതയുടെ മീതെ പ്രവർത്തിക്കുന്ന ഒരു ഫോഴ്സ് ഇന്ന് രാത്രി ഹെബ്രോൻ സ്റ്റേഡിയത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. നിന്റെ ശൂന്യതയെ മാറ്റുവാൻ, നീ പാഴായി പോകാതിരിപ്പാൻ പാഴിനെ പണിയുന്ന ഒരു സ്വർഗീയ ഫോഴ്സ് ഇന്ന് രാത്രി ഇവിടെ ഉണ്ട്. കൃപ പ്രാപിച്ച ദൈവത്തിന്റെ പൈതലേ, ആത്മാഭിഷേകം പ്രാപിച്ച ദൈവത്തിന്റെ പൈതലേ, ആ ഫോഴ്സിനോട് ഇന്ന് രാത്രി നിന്റെ ജീവിതം ഒന്നുകൂടെ കണക്ട് ചെയ്തിട്ട് വേണം നീ ഹെബ്രോൻ സ്റ്റേഡിയം വിട്ടു പോകുവാൻ. ദൈവാത്മാവിന്റെ ശക്തി പ്രാപിച്ചവർക്കറിയാം, ഒരു പ്രതിസന്ധിക്കും അവരെ തകർക്കുവാൻ കഴിയില്ല. ആമേൻ. അവരെ തകർക്കാൻ ആർക്കും കഴിയില്ല, അവരെ മാറ്റി നിർത്താൻ ആർക്കും കഴിയില്ല, അവരുടെ ന്യായത്തെ മറിക്കാൻ ആർക്കും കഴിയില്ല, അവരുടെ നീതിയെ നിഷേധിക്കുവാൻ ആർക്കും കഴിയുകയില്ല. പ്രൈസ് ദ ലോർഡ്. അവരുടെ നീതി പ്രഭാതം പോലെ ഉയർത്തപ്പെടും. സ്തോത്രം. ഹല്ലേലൂയ. എൻ്റെ സാക്ഷി ഉയരത്തിലാണ്. ആമേൻ. ഹല്ലേലൂയ. എൻ്റെ സാക്ഷി, എൻ്റെ ജാമ്യക്കാരൻ ഉയരത്തിലാണ്. നമുക്കൊരു ജാമ്യക്കാരനുണ്ട്, നമുക്കൊരു സാക്ഷിയുണ്ട്, നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ഫോഴ്സ് ഉണ്ട്. ഈ പ്രപഞ്ചത്തിലെ 5 ഫോഴ്സുകളെയും വെല്ലുന്ന ഫോഴ്സാണത്. ഡാർക്ക് എനർജിയേക്കാൾ ശ്രേഷ്ഠമായ ഫോഴ്സാണത്. ആമേൻ. ആധുനിക ശാസ്ത്രം പറയുന്നത് യൂണിവേഴ്സ് ആണ് നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുള്ളത്. യൂണിവേഴ്സ് എന്ന് പറഞ്ഞാൽ ഒന്നേ ഉള്ളൂ. എന്നാൽ ഇന്ന് ആധുനിക ഫിസിക്സ് പറയുന്നത് മൾട്ടിവേഴ്സ് ആണ്. മൾട്ടിവേഴ്സ് മീൻസ് there are millions of universes. കോടിക്കണക്കിന് പ്രപഞ്ചങ്ങൾ വേറെ ഉണ്ടെന്ന്. ആരും ഇതിന്റെ ആദ്യം അന്തം ഒന്നും കണ്ടിട്ടില്ല. എന്നാൽ ഇതിന്റെ എല്ലാം മീതെ പ്രവർത്തിക്കുന്ന ദൈവശക്തിയുണ്ട്. ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ സകലതും ഉണ്ടായി വന്നു. ആ വാക്കിന്റെ ശക്തി, ഹല്ലേലൂയ, ദൈവത്തിന്റെ വായിൽ നിന്ന് പുറപ്പെട്ട വചനത്തിന്റെ ശക്തി. വാക്കിന് വസ്തുക്കളെ നിർമ്മിക്കാൻ കഴിയുമോ? ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞാൽ ഒരു വസ്തു ഉണ്ടാകുമോ? ശാസ്ത്രത്തിന് സംശയമായിരുന്നു. പക്ഷേ 20-ാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ ശാസ്ത്രജ്ഞൻ ആൽബർട്ട് ഐൻസ്റ്റൈൻ അത് തെളിയിച്ചു. E=mc² എന്ന് പറയുന്ന അദ്ദേഹം കണ്ടുപിടിച്ച ആ ഫോർമുല, E എന്ന് പറഞ്ഞാൽ എനർജി, M എന്ന് പറഞ്ഞാൽ മാസ്, C സ്റ്റാൻഡ്സ് ഫോർ വെലോസിറ്റി, വേഗത, E=mc² എന്ന് പറഞ്ഞാൽ എനർജി ഉണ്ടെങ്കിൽ, ശക്തി ഉണ്ടെങ്കിൽ വസ്തുവിനെ ശക്തി കൊണ്ട് നിർമ്മിക്കാം. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ ശക്തി പ്രവഹിച്ചപ്പോൾ ഇല്ലായ്മയിൽ നിന്ന് വസ്തുക്കളെ വിളിച്ചു വരുത്തി. Let there be light. ദൈവം പറഞ്ഞു വെളിച്ചമുണ്ടാകട്ടെ. ആ വാക്കിന്റെ അകത്തെ ശക്തി, ആ വാക്കിന്റെ എനർജി, ആ വാക്കിനകത്ത് ഉൾക്കൊണ്ടിരുന്ന ആ സ്വർഗീയ ശക്തി, അത് ഇല്ലാത്ത വസ്തുക്കളെ അവിടുന്ന് വിളിച്ചു വരുത്തി. പ്രകാശം എന്താണ് നമുക്ക് ആർക്കും അറിയത്തില്ല. ഒരു ശാസ്ത്രജ്ഞനും ഇതുവരെ ഡിഫൈൻ ചെയ്തിട്ടില്ല. വാട്ട് ഈസ് ലൈറ്റ്? സ്തോത്രം. ആറ്റത്തിനകത്തെ ഇലക്ട്രോൺസിന്റെ മൂവ്മെന്റ് ആണ് ലൈറ്റ് ഉണ്ടാക്കുന്നത്. ശാസ്ത്രം അത്രയൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ വാട്ട് ഈസ് ലൈറ്റ്? എന്താണ് പ്രകാശം? ആർക്കും അറിഞ്ഞുകൂടാ. എന്താണ് സമയം? ആരെങ്കിലും കണ്ടുപിടിച്ചിട്ടുണ്ടോ? സമയം എത്ര എന്ന് ഉപയോഗിച്ചാൽ വേണേ നമുക്ക് പറയാം. പക്ഷെ സമയം എന്ന് പറഞ്ഞാൽ എന്താന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ ഒക്കുമോ? നമുക്കറിയത്തില്ല. നമുക്കറിയാൻ വയ്യാത്തതാ ഇതൊക്കെ. സ്വർഗത്തിലെ ദൈവം തൻ്റെ വാക്കിനാൽ ഇവയെ നിർമ്മിച്ചു. തൻ്റെ വായിൽ നിന്ന് പുറപ്പെട്ട വചനം, the ex cathedra biddings of God made everything ex nihilo. ഒരു പണ്ഡിതൻ, ഒരു ഫിലോസഫർ പറഞ്ഞിട്ടുള്ളതാണ്. ദൈവത്തിന്റെ സിംഹാസനത്തിൽ നിന്ന് പുറപ്പെട്ട ദൈവത്തിന്റെ വചനം സകലത്തെയും ഇല്ലായ്മയിൽ നിന്ന് വിളിച്ചു വരുത്തി. From the emptiness, from nothingness, God made everything. ഒന്നുമില്ലായ്മയിൽ നിന്ന് ദൈവം സകലത്തെയും നിർമ്മിച്ചു. ഇന്ന് രാത്രി നിങ്ങൾ അത് വിശ്വസിക്കുന്നു? അസാധ്യമെന്ന് നിങ്ങൾ കരുതുന്ന ആ ഒന്നുമില്ലായ്മയിൽ നിന്ന്, ആ എംപ്റ്റിനെസ്സിൽ നിന്ന്, ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നിന്ന്, ആ ശൂന്യതയിൽ നിന്ന് ഇന്ന് രാത്രി നിങ്ങൾക്ക് ആവശ്യമുള്ളവയെ നിർമ്മിച്ചു തരുവാൻ സ്വർഗത്തിലെ ദൈവത്തിന് കഴിയും. ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവിനെ ഈ ഭൂമിയിലേക്ക് അയച്ചത് അതിനു വേണ്ടിയാണ്. സ്തോത്രം. സ്ത്രീ പുരുഷ സംസർഗം കൂടാതെ ഒരു ജന്മം ഉണ്ടാകുക എന്ന് പറയുന്നത് അസാധ്യമാണ്.
മെഡിക്കൽ സയൻസ് അനുസരിച്ച് ഇറ്റ് ഈസ് ഇംപോസിബിൾ. അതൊരിക്കലും സാധ്യമല്ല. പക്ഷെ മനുഷ്യന്റെ സാധ്യതകളല്ല ദൈവത്തിന്റെ പ്രവൃത്തി. അതിൻ്റെയൊക്കെ അപ്പുറത്തായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പരിശുദ്ധയായ ഒരു സ്ത്രീയുടെ മേൽ നിഴലിട്ടു. അങ്ങനെ യേശു ഭൂമിയിൽ പിറന്നു. അവൻ ദൈവത്തിന്റെ പുത്രൻ. അവൻ മാത്രമാണ് രക്ഷകൻ. സ്തോത്രം, ഹല്ലേലൂയ. അവൻ മാത്രമാണ്. യോഹന്നാന്റെ സുവിശേഷം നമ്മൾ വായിക്കുന്നല്ലോ, അവൻ വെളിച്ചമായിരുന്നു. സകലരെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. അവൻ നമ്മുടെ ഇടയിൽ പാർത്തു.